കിഡു മാത്സിലേക്ക് സ്വാഗതം. സുഖമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും? അപ്പോൾ ഇന്നലെ നമ്മൾ ICSE 10th ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടു. ഇന്ന് നമ്മൾ ആ എക്സസൈസ് നമ്മൾ ഇന്നലെ 2 പ്രോബ്ലം ചെയ്തു. ഫസ്റ്റ് എക്സസൈസിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് സെലീന പബ്ലിഷേഴ്സിൻ്റെ ടെക്സ്റ്റാണ്. അതിലെ 3rd ക്വസ്റ്റ്യൻ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. കുറച്ച് ലെങ്തി എന്നല്ല, കുറച്ച് ചെയ്യാനുള്ള കണക്കുകളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് GST എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ 3rd ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ഇല്ലെങ്കിലോ മറ്റേതെങ്കിലും പബ്ലിഷേഴ്സിൻ്റെ ടെക്സ്റ്റ് ആണെങ്കിലോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. എന്താണ് 3rd ക്വസ്റ്റ്യൻ പറയുന്നത്? എ കമ്പ്യൂട്ടർ മെക്കാനിക് ഇൻ ഡൽഹിയിലുള്ളൊരു കമ്പ്യൂട്ടർ മെക്കാനിക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് എന്ത് ചെയ്യണു? ചാർജസ് റിപ്പയറിംഗ് കോസ്റ്റ് ഫ്രം 5 different persons ABCD വിത്ത് സർട്ടൺ ഡിസ്കൗണ്ട്സ് ആസ് ഗിവൺ ബിലോ. എയുടെ റിപ്പയറിംഗ് കോസ്റ്റ് 5,500 ആണ്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കൊടുത്തിരിക്കുന്നത് 30%. അതുപോലെ ഈ 5 പേഴ്സൺസിനും റിപ്പയറിംഗ് കോസ്റ്റും കൊടുത്തിട്ടുണ്ട്, അവരുടെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജും കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ട് നോക്കിയിട്ട് നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കണേ? ഇഫ് ദ റേറ്റ് ഓഫ് GST ഈസ് 18%, ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് ഇൻക്ലൂഡിങ് GST റിസീവ്ഡ് ബൈ ദ മെക്കാനിക്. അതായത് ഈ 5 പേർക്കും ഇയാൾ കമ്പ്യൂട്ടർ നന്നാക്കി കൊടുത്തു കഴിയുമ്പോൾ ഇയാളുടെ കയ്യിൽ ഇൻക്ലൂഡിങ് GST എത്ര റുപ്പീസ് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കണം? ആദ്യം ഏത് ടൈപ്പ് സെയിലാണ് നടക്കണേന്ന് ആലോചിക്കണം, അല്ലേ? ഇൻ്റർ സ്റ്റേറ്റ് ആണോ ഇൻട്രാ സ്റ്റേറ്റ് ആണോ എന്ന് ആലോചിക്കണം. കാരണം അതിനനുസരിച്ചാണ് IGST ആണോ CGST ആണോ SGST ആണോ എന്നൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഡൽഹി എന്നൊരു വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്കത് എന്ത് സെയിലാണെന്ന് തീരുമാനിക്കാം, ഇൻട്രാ സ്റ്റേറ്റ് ആണെന്ന് തീരുമാനിക്കാം. കാരണം അത് ഇൻ്റർ സ്റ്റേറ്റ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരത് എടുത്ത് പറഞ്ഞേനെ. അപ്പോൾ ഡൽഹിയിലുള്ള ഒരാൾ അവിടുത്തെ തന്നെ 5 പേർക്ക് റിപ്പയർ ചെയ്ത് കൊടുത്ത കാര്യമാണ്. അപ്പോൾ എന്ത് വരും? അപ്പോൾ ഇത് ഇൻ്റർ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ 2 പേഴ്സൺസ് അല്ലേ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞു എത്ര പേഴ്സൺസ് ഇൻവോൾവ് ചെയ്തു എന്ന് നോക്കണം. കാരണം എന്തിനാണ്? ഔട്ട്പുട്ട് GST ഇൻപുട്ട് GST ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ. അപ്പോൾ ഇവിടെ 2 വ്യക്തികൾ മാത്രമാണ്. 2 വ്യക്തികൾ എന്ന് വെച്ചാൽ ഡീലിംഗ് നടന്നിരിക്കുന്ന 2 പേര്. ഈ മെക്കാനിക്ക് പലർക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവർ ഓരോരുത്തരെയും നമ്മൾ ഈ ഓരോ കേസ് എങ്ങനെ നോക്കും? മെക്കാനിക് ആൻഡ് ഇവിടെ എയ്തർ A ഓർ അറ്റ് എ ടൈം ഒരാളല്ലേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ A അല്ലെങ്കിൽ ഇപ്പോൾ A ആണ് എടുക്കണമെങ്കിൽ മെക്കാനിക്കും Aയും. അപ്പോൾ എന്ത് GST മാത്രമേ ഉള്ളൂ? ഇൻപുട്ടും ഔട്ട്പുട്ടും ഇല്ല, ആകെ 2 പേര് മാത്രമാണ്. അപ്പോൾ എന്താണ്? ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട്, അത് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞോണ്ടാട്ടോ, അത് കേട്ടതുകൊണ്ടാണ് ഇതിന് കൺഫ്യൂഷൻ വരാതിരിക്കാൻ പറയുന്നത്. അപ്പോൾ മെക്കാനിക്കും Aയും മാത്രമായിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? ഇൻട്രാ സ്റ്റേറ്റ് ആണ് നടന്നിരിക്കുന്നത്, ഇൻ്റർ സ്റ്റേറ്റ് അല്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ GST എമൗണ്ട് അവർ പറഞ്ഞേക്കണേ? 18%. ഈ 18% എങ്ങനെ ഡിവൈഡ് ചെയ്യപ്പെടും? 9 and 9 ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. അതായത് 9% ഏതിൽ പോകും? CGST. അടുത്ത 9% എവിടെ പോകും? SGST. ആൻഡ് ഹിയർ ഏതാണ്? ഡൽഹി ആയതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ നോക്കണം കേട്ടോ, എപ്പോഴും ഇൻട്രാ സ്റ്റേറ്റ് ആണോ ഇൻ്റർ സ്റ്റേറ്റ് ആണോ എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഇനി എന്തൊക്കെ കണക്ക് കൂട്ടണം? CGST SGST, പിന്നെ അയാൾ റിപ്പയർ ചെയ്ത് കൊടുത്തപ്പെട്ട എമൗണ്ട് എത്രയാണ്, ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് കാണാം. അപ്പോൾ നമുക്ക് ഇതിനൊരു ഇവരിപ്പോൾ തന്നിരിക്കുന്ന പോലെ തന്നെ ഒരു ചാർട്ട് ഫോമിൽ ചെയ്യാം. അപ്പോൾ ചാർട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് തന്നെ വേണമെങ്കിൽ ചാർട്ട് ഫോം ചെയ്യാം. അതായത് ഇതുപോലെ തന്നെ ABC നെയിമിന് ഒരു കോളം ഇട്ടു, പിന്നെ റിപ്പയറിംഗ് കോസ്റ്റിന് ഒരു കോളം ഇട്ടു. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാർട്ട് ഫോം ചെയ്യാം. പിന്നെ ഡിസ്കൗണ്ട് പെർസെൻറ്റ്, ഇത് എപ്പോഴത്തേക്കും വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. നമ്മൾ ഇങ്ങനെയല്ല ചാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. പിന്നെ ഡിസ്കൗണ്ട് എമൗണ്ട് വന്നു, പിന്നെ എന്ത് വരും? സെല്ലിംഗ് പ്രൈസ് വരും, പിന്നെ CGST വരും, പിന്നെ SGST വരും. ഇങ്ങനെ നമുക്ക് ചാർട്ട് ഫോം ചെയ്യാം. പക്ഷെ അങ്ങനെ ഫോം ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ടോട്ടൽ എമൗണ്ട് കാണണ്ടേ? ടോട്ടൽ എമൗണ്ട് കാണേണ്ട സമയത്ത് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാനല്ലല്ലോ, നമുക്ക് കുറച്ച് താഴോട്ട് ആഡ് ചെയ്യാനല്ലേ. അപ്പം അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെയല്ല, ചാർട്ടിനെ നമ്മൾ റിവേഴ്സ് ഫോമിലാണ് എഴുതുന്നത്. അതായത് ചാർട്ടിൻ്റെ സ്റ്റൈല് ഇതിന് പകരം റിവേഴ്സ് സ്റ്റൈലിലാക്കാം. അതായത് ഹിയർ ഇറ്റ് കംസ് നെയിം ആൻഡ് ആഫ്റ്റർ നെയിം ഇറ്റ് ഈസ് റിപ്പയറിംഗ് കോസ്റ്റ് and after that discount percentage
ആൻഡ് ദെൻ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ഇത്ര കാര്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പം നെയിമിൻ്റെ സ്ഥാനത്ത് ഏതൊക്കെ വരും? എ, ബി, സി, ഡി, ഇ. നിങ്ങൾ സ്കെയിലും പെൻസിലൊക്കെ വെച്ച് ഭംഗിയായിട്ട് വരയ്ക്കാം കേട്ടോ. അതിനുശേഷം ഡിസ്കൗണ്ട് ഫോർ ദ ഫസ്റ്റ് പേഴ്സൺ എ, it is 5,500 is the repairing cost and they have given the discount percentage is 30%. Then what we have to first find out, നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കണം അല്ലേ. എത്രയായി 30% എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിസ്കൗണ്ട് എമൗണ്ട്. Discount amount, after discount amount what we have to find out? Discount amount കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡിസ്കൗണ്ട് എമൗണ്ട് കുറയ്ക്കുന്നതായിരിക്കില്ലേ അയാളുടെ സെല്ലിംഗ് പ്രൈസ് വരാം. സോ ദ സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു repairing cost minus discount amount. Next comes the column for CGST and then comes SGST. Both these columns will have the same values. കാരണം എന്താ, 9% വെച്ചിട്ടാണ്. അപ്പോൾ അത് സെയിം കോളത്തിൽ എഴുതാണെങ്കിൽ ആഫ്റ്റർ ദാറ്റ് നമ്മളത് ടോട്ടൽ എമൗണ്ട് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ആഡ് ദിസ് ട്വൈസ്. ഓക്കെ, ഇതിപ്പോൾ രണ്ടും ഒരേ കോളത്തിൽ എഴുതുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ ബോർഡിൽ സ്ഥലം ഇല്ല എന്നിട്ടാണ്. നിങ്ങളുടെ നോട്ടിലാകുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. ആദ്യം നമുക്ക് ഫസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന കേസുകളൊക്കെ എഴുതാം. എത്രയാണ്? 6,250. Here it is 40% discount. And next comes the person C. He has the repairing cost of 4,800 and he has given a discount of 30%. Then comes 7,200 with a discount of 20%. And the next person, he is charged 3,500 and he is given a discount of 40%. This is the given table. Now we have to find out the discount amount for each person. Okay, ഓരോ ആൾക്കാരുടെയും ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കണം. 30% of first discount amount means 30% of how much? 5,500. That is 30 by 100 into 5,500. That means the two zeros will get cut off. 55 into 30, that is 15. Balance 1, 16. So it is 1,650. 1,650 is the discount amount. Now we have to find the selling price. അപ്പോൾ റിപ്പയറിംഗ് കോസ്റ്റിൽ നിന്ന് 30% ഡിസ്കൗണ്ട് ആയിട്ടുള്ള 1,650, അതായത് 1,650 കുറച്ചിട്ട് വേണ്ടേ അയാളിപ്പം കൊടുക്കുന്ന, അതായത് എത്ര രൂപയാണ് എ എന്ന് പറയുന്ന വ്യക്തി മെക്കാനിക്കിന് കൊടുക്കേണ്ടത്? 5,500 നിന്ന് 1,650 കുറച്ചിട്ടുള്ള എമൗണ്ട് അല്ലേ. അപ്പം നമുക്കത് കണ്ടുപിടിക്കാം. 5,500 നിന്ന് 1,650 കുറച്ചാൽ എത്രയായിരിക്കും? 0. 5 from 14 it will be 8. Then 4 it will be 3,850 rupees is the selling price. Now what will be the CGST? CGST, SGST ക്ക് ഏതിൻ്റെയാണ് കാണേണ്ടത്? റിപ്പയറിംഗ് കോസ്റ്റിൻ്റെ അല്ല കാണേണ്ടത്. എത്രയാണോ സെല്ലിംഗ് പ്രൈസ് അതിൻ്റെയാണ് CGST, SGST കാണേണ്ടത്. സോ ഇറ്റ് വിൽ ബി 9% ഓഫ്, അടുത്തത് എന്താ വരാ? 9% ഓഫ് ഏതിൻ്റെ കാണണം? 3,850. 9% of 3,850, that will be equal to 9 by 100 into 3,850. 1 0 will get cut off and the remaining will be 385 into 9, 45, balance 4, 72, 76, balance 7, 27, then it will be 34. 3,465. 3,465 divided by 10. So it will be 346.5. 10 കൊണ്ട് 100 കൊണ്ടൊക്കെയുള്ള ഡിവിഷൻ എളുപ്പമല്ലേ?
എത്ര സീറോസ് ഉണ്ടോ അത്രയും സീറോസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നീക്കിയിട്ടാൽ മതി. അപ്പോൾ 346.5 എന്ന് കിട്ടി. 346.5. The same amount will be SGST also. കാരണം SGST CGST 9% അല്ലേ. So this it will be also 346.5. Okay. Now comes the next one. ഇനി ബിയുടെ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. ബിയുടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 6,250. 6,250 is the total amount and we have to find out the discount amount. Discount amount is 40% of 6,250. That is equal to 40 by 100 into 6,250. 2 zeros will get cancelled. Then 625 into 4. 0. Then 2500. So it is 2500. Subtracting 2500 from 6,250, we will get 0 0 from 12. If it is 8, 7. 5 is deducted. Then 5, 3,750. 3,750 is the selling price. Now calculating the CGST, it is 9% of 3,750. That is equal to 9 by 100 into 3750. That is equal to 375 into 9. 45 balance for 63, 67 balance 6, 27, 33. So it is 3375 by 10, that is 337.5. 337.5 is the CGST and the same amount is the SGST. 337.5. The same amount 337.5 is the SGST also. So we got all the cases for the person B. Now coming to the C. C ഇതുപോലെ ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കുക, എന്നിട്ട് ടോട്ടൽ എമൗണ്ട് കാണാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി സിയുടെ കാണാം. സിയുടെ എത്രയാണ്? 30% of 4,800. 30% of 4,800. That is 30 by 100 into 4,800. 2 zeros will get cut off. 48 into 3 is 24. Balance to 1440. 1 0 is there. So 1,440. That value we have to reduce from which value? 4,800. 4,800 minus repairing cost minus discount amount. That is 1,440. So 0, 10 it is 6, 7, 3. Then from 3, 3,360. And what will be the CGST and SGST? That we have to calculate the 9% of 3,360. 9% of 3,360 means 9 by 100 into 3,360. So what we will get? 9 into 336 by 10. 9 into 336. That is 336 into 9. 54, balance 5, 27, balance 3, 27, 302.4. The same amount is SGST, 302.4. Now comes the D, 7,200. 7,200, 20% of 7,200, 20% of 7,200. That is 20 by 100 into 7,200.
that is equal to 1440. 1440. Then we have to reduce this amount from 7200. 1440 minus, that means 6, 11 minus 4, 7, then 6 minus 1, 5. 5 is the discount selling price. After reducing the discounted amount, we will get the selling price as 5760. Now what we have to find out, what is the 9% of this 5760. 9% of 5760, that is equal to 9 by 100 into 5760. That is 9 into 576. 576 into 9. 54, balance 5, 63, then 8, 45, 5184. So 5184 by 10, that is equal to 518.4. 518.4, same we will get as SGST also. Now comes 3500 with a 40% discount. So 3500 with a 40% discount means, let's calculate the 40% of 3500. That is 40 by 100 into 3500. 2 zeros will get cancelled. So what we will get, 35 into 4, 1400. And this is 1400. Now coming to 1400, reducing this 1400 from 3500. 3500 minus 1400, we will get 2100. Then calculating the 9% of 2100. 9% of 2100 equal to 9 by 100 into 2100. 2 zeros will get cancelled. 21 into 9, 9, 8. So 189. 189 is GST and SGST. So for each case we got the selling price, CGST, SGST. Now what we have to do? We have to find the total amount. Total amount equal to total selling price plus total SGST plus total CGST. That means we need to calculate the sum of these three columns. So taking the first column, finding the sum, I think that you can do it yourself now. Finding the sum of all the 5 cases, what we will get, 18,820, and in this case these two columns will have the same sum. So ഒരു കോളം മാത്രം മക്കൾ കൂട്ടിയാൽ മതി, അത് തന്നെയായിരിക്കും അടുത്ത കോളത്തിൻ്റെ സം. അപ്പോൾ അവിടെ എന്ത് വരും, 1693.8 and this also 1693.8. അപ്പോൾ ഈ 3 കോളത്തിൻ്റെ മാത്രം സമ്മ് കണ്ടാൽ മതി, മറ്റുള്ളതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് അയാൾക്ക് എത്രയാണോ ടോട്ടൽ എമൗണ്ട് കൊടുക്കേണ്ടതെന്നല്ലേ അറിയണ്ടേ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 18820 പ്ലസ് 1693.8 പ്ലസ് 1693.8. ഇത് മൂന്നും കൂടി കൂട്ടാം. 8820, 1693.8, 1693.8. So adding the 3 terms we will get this plus this 16, balance 1, 6, 7, then this will be 0, 2, 10, 22, balance 2, 2, again 1, 2. So the total is 22,207.6. 26,207.6
27.6 is the total amount received by the computer mechanic, including GST. Okay, so you have to write the conclusion in that way. മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ തുടങ്ങാം. സോ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ബിൽ ഫോർ ദ ഫോളോയിങ് ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. GST ഈസ് 5%. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ പ്രത്യേകം മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ? ഇൻട്രാസ്റ്റേറ്റ് എത്രയാണ് GST പെർസെൻറ്റേജ്? 5. ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുക. അതിനുശേഷം അവർ എന്ത് തന്നിട്ടുണ്ട്? ഇതുപോലെ തന്നെ മുമ്പിലത്തെ പോലെ നമുക്കൊരു ടേബിളാണ് തന്നിരിക്കുന്നത്. മറ്റേതുമായിട്ട് എന്തോ വ്യത്യാസമുണ്ട് അല്ലേ? ടേബിളിൻ്റെ വ്യത്യാസം എന്താണ്? ഹിയർ ദ ഫസ്റ്റ് കോളം ഈസ് ഫോർ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എത്ര ഐറ്റംസ് വെച്ച് മേടിച്ചിട്ടുണ്ട്. MRP ഓഫ് ഈച്ച് ഐറ്റം. ഒരെണ്ണം, അതായത് 18 ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ വിലയാണ് തന്നിരിക്കുന്നത്. എത്ര? 150. ഇനി ഓരോന്നിനും എന്തുണ്ട്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ 150 റുപ്പീസിൻ്റെ 18 ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. 240 റുപ്പീസ്, ഒരെണ്ണത്തിന് 240 വെച്ചിട്ടുള്ള 24 ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ 100 റുപ്പീസ് വെച്ചിട്ടുള്ള 30 ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. 120 വെച്ചിട്ടുള്ള 12 ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. ഇതിന് എല്ലാത്തിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡിസ്കൗണ്ട് പെർസെൻറ്റേജും ഉണ്ട്. എന്നിട്ട് നമ്മളോട് എന്താ കാണാൻ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ബിൽ. ടോട്ടൽ എമൗണ്ട് ബിൽ. ഈ ഇത്ര സാധനം മേടിച്ച് കഴിയുമ്പോൾ എത്രയായിരിക്കും ടോട്ടൽ ബില്ല് വരുന്നതെന്ന് കണ്ടുപിടിക്കണം. ക്വാണ്ടിറ്റി, then MRP, total price equal to QMRP. അടുത്തത് ഡിസ്കൗണ്ട് പെർസെൻറ്റ്. നെക്സ്റ്റ് ഡിസ്കൗണ്ട് എമൗണ്ട്. നെക്സ്റ്റ് സെല്ലിംഗ് പ്രൈസ്. നെക്സ്റ്റ് CGST. നെക്സ്റ്റ് SGST. സോ നമ്മളിങ്ങനെ കോളം വരച്ചു. ക്വാണ്ടിറ്റി, MRP, ടോട്ടൽ പ്രൈസ്. ടോട്ടൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഐറ്റത്തിന് 100 രൂപയാണെങ്കിൽ 10 ഐറ്റംസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ 10 × 100 എന്ന് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ക്വാണ്ടിറ്റി എത്ര എണ്ണം മേടിച്ചിട്ടുണ്ടോ അതിന് ഒരെണ്ണത്തിൻ്റെയാണ് വില MRP എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ Q × MRP ചെയ്യുന്നതാണ് ടോട്ടൽ പ്രൈസ്. ടോട്ടൽ പ്രൈസ് കണ്ടിട്ട് വേണം എന്ത് കണ്ടുപിടിക്കാൻ? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള ഡിസ്കൗണ്ട് എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കിവിടെ എഴുതാം. എന്തൊക്കെയാണ് തന്നിരിക്കണേ? 18 ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. എത്ര രൂപ വെച്ചിട്ട്? 150 റുപ്പീസ് വെച്ചിട്ട്. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും വരുന്നത്? 18 × 150 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് എഴുതാം. പിന്നെ ഇവിടെ 10. പിന്നെ ഡിസ്കൗണ്ട് എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. 10% ഓഫ് ആ കിട്ടുന്ന എമൗണ്ട്. ഇനി പിന്നെ എന്ത് വരും? സെല്ലിംഗ് പ്രൈസ്. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് 24, 240, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് 20. അടുത്തത് 30, 100 ഫോർ ഈച്ച് ഐറ്റം. Percentage of discount is given 30, and here 12 is the total number of items. 120 for each item, 20% discount. ഇതൊക്കെയാണ് തന്നിരിക്കുന്ന കാര്യം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? ഓരോ കോളും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 18 × 150. 18 × 150. 15 0, balance 4, 9, 8, 1, 0, 17, 2. അപ്പോൾ 2700 എന്ന് വരും. 2700ൻ്റെ 10%. എന്തിൻ്റെ 10% കാണാൻ നമുക്ക് ഈസി ആണല്ലോ. ഒരു 0 ഇതിൽ കുറച്ചാൽ മതി. അപ്പോൾ എന്ത് വരും? 270. 270 is the discount amount. അപ്പോൾ അത്രയും 270 ഇനി എത്രയിൽ നിന്ന് കുറയ്ക്കണം? 2700 നിന്ന് കുറയ്ക്കണം. അപ്പോഴാണ് എന്ത് കിട്ടുക? നമുക്ക് എത്ര രൂപയ്ക്കാണ് അത് വിൽക്കുന്നത് എന്നുള്ളത് കിട്ടുക. അപ്പോൾ 0, 10 നിന്ന് 7 പോയി കഴിഞ്ഞാൽ 3, 6 നിന്ന് 2 പോയി കഴിഞ്ഞാൽ 4, പിന്നെ 2. അപ്പോൾ 2430 എന്ന് കിട്ടിയത് സെല്ലിംഗ് പ്രൈസ്. ഇനി നോക്കിയേ, CGSTയും SGSTയും കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? ഇതെന്താണ്? ഇൻട്രാസ്റ്റേറ്റ് അല്ലേ? അപ്പോൾ CGSTയും SGST ആണ് വരുന്നത്. ഇൻഡർസ്റ്റേറ്റ് ആണെങ്കിൽ ഓർക്കണം CGST SGST ഇല്ല, പിന്നെ എന്തേ ഉള്ളൂ? IGST ഉള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, 5%. അപ്പോൾ 5% എന്ന് പറയുമ്പോൾ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്യപ്പെടുന്നത്? 5% എന്ന് പറയുമ്പോൾ എത്ര വരും?
2.5 SGST, അതുപോലെ തന്നെ 2.5 CGST. ഈ 2.5 നിങ്ങൾക്ക് കണക്കാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ 5% കാണാം ഈ എമൗണ്ടിൻ്റെ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ കിട്ടുന്ന എമൗണ്ടിനെ രണ്ടായിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താലും മതി കേട്ടോ. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2.5% ഓഫ് 2430 എന്ന് കാണാം. അപ്പം എന്ത് വരും, 2.5/100 ഇൻറ്റു 2430, ദാറ്റ് ഈസ് 0.25 ഇൻറ്റു 243. ഇത് ചെയ്യാം. ഇതിൻ്റെ ആൻസർ 243 ഇൻറ്റു 25, 15, ബാലൻസ് 1, 20, ബാലൻസ് 2, 10, 12, 10, 3, 6, 8, 4. So the total is 5, 7, 10, 6. അപ്പോൾ 60.75 എന്ന് വരും. 60.75നെ ഹാഫ് ചെയ്താലും മതി, അല്ല 60.75 ഓരോന്നിലും വരുമല്ലോ. 60.75 ഇതും അതുപോലെ തന്നെ 60.75 SGST ആൻഡ് CGST. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം 2.5 വെച്ചിട്ട്, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, നമുക്ക് 5/100 ഇൻറ്റു 2430 കാണാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇത് വെട്ടിപ്പോവും. 243 ഇൻറ്റു 5, 15, ബാലൻസ് 1, 20, 21, ബാലൻസ് 2, 12. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 121.5 എന്ന് കിട്ടി. ഇവിടുത്തെ ബൈ 10 ഉള്ളത് കൊണ്ടാണ് കേട്ടോ 1 പോയിന്റ് ഇട്ടത്. 121.5 എന്ന് കിട്ടി. അപ്പോൾ 121.5ൻ്റെ ഹാഫ് എടുക്കുമ്പോഴോ 121.5ൻ്റെ ഹാഫ്. അപ്പോൾ നമ്മൾ 10 ആദ്യം പോയിന്റിനെ കളിയപ്പോൾ 20 ആവും. 20 എന്ന് വെച്ച് പറഞ്ഞു കഴിയുമ്പോൾ 5 times 100, 6 times 120. അപ്പോൾ 180, 580 പോവില്ല. അപ്പോൾ നമ്മളൊരു 0 ഇട്ടു. 115 150 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ്, 7 times. അപ്പോൾ 140 വന്നു, ബാലൻസ് 10 വന്നു. അപ്പോൾ നമ്മൾ പോയിന്റ് ഇട്ടേക്കണോണ്ട്, ഓൾറെഡി പോയിന്റ് ഇട്ടേക്കണോണ്ട് വി ക്യാൻ പുട്ട് എ 0. സോ ഇറ്റ് ഈസ് 5. അപ്പോൾ 60.75. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. ഒന്നെങ്കിൽ 5%. അപ്പോൾ 5% കാണുന്നതാണ് എളുപ്പം എന്ന് തോന്നുകയാണെങ്കിൽ 5% കണ്ടിട്ട് എന്ത് ചെയ്യണം, ബൈ 2 ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ബൈ 2 ചെയ്തിട്ട് രണ്ടെണ്ണത്തിനും 60.75. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്താലും കിട്ടും. ഇനി അടുത്തത് നോക്കാം. 24 items മേടിച്ചിട്ടുണ്ട്. ഫോർ ഈച്ച് ഐറ്റം വി ഹാവ് ടു പേ 240 rupees. സോ ടോട്ടൽ ഇറ്റ് വിൽ ബി 24 ഇൻറ്റു 24, 24 ഇൻറ്റു 240, 240 ഇൻറ്റു 24 എത്ര വന്നു, 576. അപ്പോൾ 5760 is the total amount. അതിൻ്റെ 20% നമ്മൾ കുറയ്ക്കണം. 20% ഓഫ് 5760 ഈക്വൽ ടു 20/100 ഇൻറ്റു 5760. So this will get cancelled, this will get cancelled. 12, balance 1, 15, balance 1. So it is 1152 is the discount amount. അപ്പോൾ എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് എമൗണ്ട് കുറയ്ക്കണ്ടേ. അപ്പോൾ that is 1152. So 10, 8, 0, 6 and 4. 4608 is the 4608 is the selling price. Now calculating the GST 2.5 വെച്ച് കണക്കാക്കുന്നതിൽ 5% കണ്ടിട്ട് ഡിവൈഡ് ചെയ്യണതല്ലേ എളുപ്പം. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ 5% ഓഫ് 4608 കാണാം. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. 2.5 വെച്ച് കാണണമെങ്കിൽ ചെയ്യാം. അതല്ല മറ്റേ പാട് ചെയ്യണമെങ്കിൽ, അതായത് 5% വെച്ച് ചെയ്തിട്ട് 2 ആയിട്ട് അപ്പം ഡിവൈഡ് ചെയ്യാൻ മറക്കരുത്, അത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം. 5/100 ഇൻറ്റു 4608. That is 4608 into 5, 0, balance 4, therefore 3, balance 3, 20, 23. So it is 230 by 100 is there, so it is
0.4. So 230.4 divided by 2. We can understand the half of this is 115.20. 115.20. Here also 115.20. Next comes 30 and 100. That means 30 items are bought for 100 each. That means the total is 3000. Now we say 30% discount. 30% discount means 4000 it is. 10% discount is 300. അപ്പോൾ 30% എന്ന് പറഞ്ഞാൽ അതിൻ്റെ 3 times എടുത്താൽ മതി. സോ വി വിൽ ഗെറ്റ് 900. ഒന്നെങ്കിൽ നിങ്ങൾ മറ്റേ പോലെ 30% ഓഫ് 300 ചെയ്ത് നോക്കിക്കോ. അല്ലെങ്കിൽ ഇങ്ങനെ 10, 20 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സീറോസും കൂടിയാണ് എളുപ്പമുണ്ട്. 1000ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അതുപോലെ ഇവിടെ ഡിസ്കൗണ്ട് 10ന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ 900 എന്ന് കിട്ടി. ഇനി ഈ 900 റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും? 2100 എന്ന് വരില്ലേ? ആ 2100ന്റെ എന്ത് എഴുതാ? 5% ഓഫ് 2100 ചെയ്യാം. അപ്പം എന്ത് കിട്ടും? 5 into 5 by 100 into 2100, 2 zeros will get cancelled. 25 into 21 into 5, 510. അപ്പോൾ 105 എന്ന് കിട്ടും. 105ന്റെ ഹാഫ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് 52.5. 52.5 for CGST and for SGST. Now the last one is here it is 12 items bought for 120 rupees each. That means 12 items bought for 120 rupees each means the total will be 12 ന്റെ സ്ക്വയർ നമുക്കറിയാം 144. 144 പിന്നെ ഒരു സീറോയും കൂടി കൊടുത്താൽ മതി 1414 കിട്ടി. ആൻഡ് ഇറ്റ് ഈസ് ഫോർ 20%. അപ്പോൾ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% എത്രയാണ്? 144 അല്ലേ വരാൻ? ഞാൻ പറഞ്ഞില്ലേ 10% കണക്കൂട്ടാൻ നമുക്ക് എളുപ്പമാണ്. 10% 144. അപ്പോൾ 144 into 2 ചെയ്താൽ മതി. അതല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 20. അതൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആണെങ്കിൽ സാധാരണ നിങ്ങൾ ചെയ്യുന്ന അതേ മെത്തേഡ് ചെയ്യാം. മെന്റൽ കാൽക്കുലേഷൻ പരിശീലിച്ചാൽ നമുക്ക് കുറേയൊക്കെ പറ്റൂട്ടാ. അപ്പോൾ 20% കാണാൻ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇവിടെ 0 ഇവിടെ 0 ഇതുപോലെ കിട്ടും. അപ്പോൾ എന്താണ് 144ന്റെ ഡബിൾ? ദാറ്റ് ഈസ് 882. അപ്പോൾ 288 is the discount amount. That much money we have to reduce from 1440. So 10ൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 എന്ന് വന്നു. പിന്നെ 413ൽ നിന്ന് പോകുമ്പോൾ 5 എന്ന് വന്നു. പിന്നെ ഇതിൽ നിന്ന് 13ൽ നിന്ന് 2 പോകുമ്പോൾ 11. That is the selling price. Now we have to calculate 5% of 11,152. That is 5 by 100 into 1152. That is equal to എത്ര വരും? 5% of എന്ന് പറയുമ്പോൾ 5 into 1152 into 5. 10, balance 1, 26, balance 2, 7, next 5. So 57.60 എന്ന് വരില്ലേ? കാരണം ഇവിടെ 100 ഉണ്ട്. 57.60. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 2 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 2 times ഡിവൈഡ് ചെയ്യുമ്പോൾ 5760 by 2. 2 times 4, balance 1, 17. 8 times 16, balance 1.8. 28.8. 28.8 CGST and 28.8 SGST. Now നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? ടോട്ടൽ എമൗണ്ട് ആണ് അല്ലേ? സോ ടോട്ടൽ എമൗണ്ട് കാണാൻ നമ്മൾ ആരുടെയൊക്കെ ടോട്ടൽ എമൗണ്ട് കാണണം? ഏതൊക്കെ കോളത്തിന്റെ കാണണം? ഫോർ ദിസ് കോളം സെല്ലിംഗ് പ്രൈസിന്റെ കാണണം, SGST കാണണം, CGST. ഇത് മൂന്നും കൂടി കൂട്ടുന്നതായിരിക്കില്ലേ ടോട്ടൽ എമൗണ്ട്? ആർക്ക് കിട്ടുന്നത്? ഈ ബില്ലിന്റെ ടോട്ടൽ എമൗണ്ട്. സോ ടോട്ടൽ എമൗണ്ട് ഈക്വൽ ടു ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് പ്ലസ് ടോട്ടൽ CGST പ്ലസ് ടോട്ടൽ SGST. That is equal to ഇതിന്റെ ടോട്ടൽ നിങ്ങൾ കണക്കൂട്ടി നോക്കുക. ഇറ്റ് വിൽ ബി 10,240. Now CGST it will be ഞാൻ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് 257.25. കൂട്ടാനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാട്ടോ, അതൊക്കെ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയണ്ടല്ലോ നിങ്ങൾ. സോ ദ ടോട്ടൽ വിൽ ബി ദ സം ടോട്ടൽ ഓഫ് ഓൾ ദീസ് ത്രീ 257.25 again 257.25. That is equal to എത്ര കിട്ടും? The final answer will be 10,804.50. This will be the total amount we have to pay for this bill. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം.